എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. ഒരു വാർത്താ വിശകലന വീഡിയോ ആണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേരളത്തിൽ വന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ് മതവിമർശനങ്ങളിലെ ജനകീയത. എല്ലാ മതങ്ങളുടെയും എന്തെങ്കിലുമൊക്കെ ദുരാചാരങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാനായിട്ട് എല്ലാ വിഭാഗക്കാരും ഒരേപോലെ വന്ന് നിൽക്കും. അതിൽ ആ ഒരു മതത്തിൽ തന്നെ പെട്ട ആളുകൾ ഉണ്ടായിരിക്കും, അന്യമതത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരിക്കും. പണ്ടൊക്കെ ചില തിട്ടൂരങ്ങളൊക്കെ ചില ആളുകൾ അടിച്ചിറക്കാറുണ്ടായിരുന്നു. നിങ്ങൾ വേറൊരു മതസ്ഥനാണ്, ഞങ്ങളുടെ മതത്തെ ചോദ്യം ചെയ്യരുത്, നിന്റെ പേര് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കരുത്, നിനക്ക് എന്തറിഞ്ഞിട്ടാണ് ഇതൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മനുഷ്യാവകാശം ലംഘിക്കുന്ന തരത്തിലേക്കുള്ള, വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്ന തരത്തിലേക്കുള്ള എല്ലാ മതവിധികളെയും ആളുകൾ ചോദ്യം ചെയ്യാനായിട്ട് പഠിച്ചിരിക്കുന്നു. ആ ഒരു പഠനം, ആ ഒരു ധൈര്യമൊക്കെ ആളുകൾക്ക് നൽകിയത് അതാത് മതങ്ങളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള കുറേയധികം ഫ്രീ തിങ്കേഴ്സ് ഒക്കെയാണ്. ഇപ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആളുകൾ എക്സ് മുസ്ലിംസ് എന്നൊക്കെ നല്ല രീതിയിൽ ബ്രാൻഡ് ചെയ്ത് കുറേയധികം കാര്യങ്ങൾ പ്രചരിപ്പിച്ചു. അത് കുറേയധികം ആളുകൾക്ക് വെളിവുണ്ടാക്കി. ചില ആളുകൾ അവർ നൽകിയ വെളിവിന്റെ ചില ഭാഗങ്ങൾ മാത്രം എടുത്ത് മതത്തിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ വിശ്വാസത്തിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ ഒക്കെ നടത്തി വലിയ കുഴപ്പമില്ലാതെ തട്ടിമുട്ടി പോകാനായിട്ടുള്ള ഒരു ആർജവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും വലിയ കാര്യമായിട്ടുള്ള മാറ്റമൊക്കെ ഉണ്ടായി. അതേപോലെ മാധ്യമങ്ങളിൽ വന്ന മാറ്റം, മുഖ്യധാര മാധ്യമങ്ങളടക്കം ഏതെങ്കിലും മതവിധികൾ പുറപ്പെടുവിക്കുന്ന സമയത്ത് അത് പ്രാചീനമാണ് എന്നുണ്ടെങ്കിൽ ഏത് നൂറ്റാണ്ടിലേത് എന്നൊക്കെ ചോദിക്കാനായിട്ടുള്ള ആർജവത്തിലേക്ക് എത്തിയിരിക്കുന്നു. എല്ലായിടത്തും ഒരു ധൈര്യം കാണാനായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതുപോലുള്ള വിമർശനങ്ങൾ വരുമ്പോഴത്തേന് പ്രതിരോധിക്കാനായിട്ട് സൈബർ മതവിശ്വാസികൾ അണിനിരക്കുന്ന കാഴ്ചയും വളരെ രസകരമാണ്. എന്താണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ലഹളയില്ലാതെ പോകുന്നുണ്ട് എന്നുള്ളതൊരു ആശ്വാസമാണ്. സൗത്ത് ഇന്ത്യയിൽ, എസ്പെഷ്യലി കേരളത്തിലും അതേപോലെ തന്നെ തമിഴ്നാട്ടിലും ഒക്കെ ബസ്സുകളിൽ, പ്രൈവറ്റ് ബസ്സുകളിൽ കാണുന്ന ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ട്. അതിൽ ഇസ്ലാം മതം കാണിക്കുന്നുണ്ടാവും, ക്രിസ്ത്യാനിറ്റി കാണിക്കുന്നുണ്ടാവും, അതേപോലെ തന്നെ ഹിന്ദുയിസം കാണിക്കുന്നുണ്ടാവും. ഒരു സൗഹാർദ്ദം. ഇത് മൂന്നുമാണോ ശരിക്കുമുള്ള വിഭാഗങ്ങൾ? അല്ല, ഇതിനകത്ത് സബ് ഗ്രൂപ്പുകൾ ധാരാളം ഉണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ എത്രയോ സഭകളുണ്ട്. ഇപ്പോൾ ഇസ്ലാമിൽ തന്നെ എത്രയോ വിഭാഗം ആളുകളുണ്ട്. ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ. അതൊന്നും പുറത്തേക്ക് അധികം വരാറില്ല. ഇപ്പം അങ്കമാലിയിലെ എറണാകുളത്തെ പള്ളിത്തർക്കത്തെ കുറിച്ചിട്ടും അവിടെയുള്ള അടികളെ കുറിച്ചിട്ടും നിങ്ങൾ വാർത്തകൾ കണ്ടിട്ടില്ലേ? അച്ഛന്മാരെ പോലീസുകാർ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നു, വിശ്വാസികൾ തൂക്കിയെടുത്ത് എറിയുന്നു, മേശ തിരിച്ചിടുന്നു. മേശയല്ല, വേറെ എന്തോ ഒരു പേരാണ് അതിന് പറയുന്നത്. അതൊക്കെയാണ് വിശ്വാസികളുടെ ലോകത്തെ, അവരുടെ യൂണിവേഴ്സിലെ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത്. അവരങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കും. ആരെങ്കിലുമൊക്കെ മതത്തെ വിമർശിക്കുന്ന സമയത്ത് ആ വിമർശിച്ച ആളെ കൂട്ടമായിട്ട് വന്ന് തിരിച്ച് ആക്രമിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും പോയി തമ്മിലടിക്കും. ഒരു രസകരമായിട്ടുള്ള പരിപാടി. ഏതായാലും ഇന്ന് ഈ ഒരു വാർത്തയുടെ ഭാഗമായി സംസാരിക്കേണ്ടത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ കാര്യത്തെ കുറിച്ചിട്ടാണ്. മുസ്ലിം ലീഗും ഉൾപ്പെടെ മതപണ്ഡിതരും നേതാക്കളും പലപ്പോഴായി നടത്തിയ സ്ത്രീ വിരുദ്ധ അല്ലെങ്കിൽ വിചിത്ര പ്രസ്താവനകൾ വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കാറുണ്ട്. ഒടുക്കമിത സംസ്ഥാന AP വിഭാഗം മുഷാവറ യോഗത്തിൽ AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ പ്രസ്താവനയാണ് ചർച്ചയാവുന്നത്. വ്യായാമം എന്ന പേരിൽ ഒരു പദ്ധതി ആരംഭിച്ച് എല്ലാ കുഗ്രാമങ്ങളിലും ടൗണുകളിലും അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പല സദസ്സുകളെ സംബന്ധിച്ചും നമ്മൾ അന്വേഷിച്ചു നോക്കുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ട്, എന്ന് മാത്രമല്ല സ്ത്രീകൾ അവരുടെ ശരീരം പോലും തുറന്നുകൊണ്ട് ഈ വ്യായാമത്തിൽ ഏർപ്പെടുകയും സ്ത്രീ പുരുഷൻ തമ്മിൽ കാണലും നോക്കലും ഹറാമാണെന്ന ഈ ഒരു ധാരണ പോലും ഇല്ലാതെയാക്കി നാശങ്ങളും നഷ്ടങ്ങളും ഇവിടെ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കേൾക്കുന്നത്. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുള്ള ഏത് പദ്ധതി കൊണ്ടുവന്നാലും എതിർക്കുമെന്നാണ് AP അബൂബക്കർ മുസ്ലിയാരുടെ നിലപാട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മതവിശ്വാസികൾ കേൾക്കാനായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. ആ ഒരു മതം, ഇസ്ലാം മതം ഫോളോ ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരതൊക്കെ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ റൂള്. അല്ലാതെ നിങ്ങൾ അപ്ഗ്രേഡ് ആവുന്നതനുസരിച്ചിട്ട് മതം അപ്ഗ്രേഡ് ആവണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇപ്പം ഇസ്ലാം മതത്തിൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഇസ്ലാം മതവിശ്വാസി, അതിപ്പോൾ ക്രിസ്ത്യാനിക്ക് ബാധകമാണ് കേട്ടോ, ഒരു ദിവസം ഒന്ന് കഴിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ എത്ര ദൈവനിഷേധം കാണിക്കണം? നിങ്ങൾക്ക് ഫോണിൽ ഒരു വീഡിയോ, അന്യ സ്ത്രീയുടെയോ പുരുഷൻ്റെയോ വീഡിയോ കാണാനായിട്ട് പറ്റുമോ? നിങ്ങൾക്കൊരു സിനിമ കാണാൻ പറ്റുമോ? പക്ഷേ എല്ലാവരും സിനിമ കാണുന്നില്ലേ? നിങ്ങൾക്ക് ഈ ഫോൺ തന്നെ ഉപയോഗിക്കാൻ പറ്റുമോ? അതേപോലെ തന്നെ ജൂതൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ? ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ചുരിദാർ ഇടാൻ പറ്റുമോ? ചുരിദാർ ഇട്ട ഇസ്ലാം മതവിശ്വാസി, പുരുഷന്റെ തുണയില്ലാതെ ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾ എന്നൊക്കെ പറയുന്നത് പോലും ആ ഒരു മതത്തിന്റെ കെട്ടുപാടുകൾക്കിടയിലെ ചില നിഷേധങ്ങളൊക്കെയാണ്. കാലം കഴിയും തോറും നിങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ കൂടും തോറും ഇതിനകത്തൊക്കെ അപ്ഡേഷൻസ് കൊണ്ടുവന്നിട്ട് നമുക്ക് നല്ലൊരു മതമായിട്ട് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുമോ? ഇല്ല.
മൊത്തത്തിൽ ഏതെങ്കിലും മതം ഫോളോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കാലഘട്ടം മാറുന്നതനുസരിച്ചിട്ട് അതിനെ അപ്ഗ്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ മതത്തിൻ്റെ കെട്ടുറപ്പിനെ, അതിൻ്റെ ആ ഒരു ബലത്തിനെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. അവിടെയാണ് ഈ കോൺട്രഡിക്ഷൻസ് ഉണ്ടാവുന്നത്. എങ്ങനെയാണ് ഒരു കാലത്ത് തീവ്ര ഇസ്ലാമിക രാജ്യങ്ങളിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്താഗതിയുള്ള ആളുകൾക്കിടയിലും പ്രചരിച്ചിരുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾ വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കേണ്ട ആളുകളാണ്, അവർ വിദ്യാഭ്യാസം നേടേണ്ട ആവശ്യമില്ല, അവർ പ്രസവിക്കുക, വീട്ടിലെ കാര്യങ്ങൾ നോക്കുക എന്ന രീതിയിലേക്കാവണം കാര്യങ്ങൾ. എന്നാൽ പിന്നീട് ഈ മതത്തിന്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് വിദ്യാഭ്യാസ കുറവൊക്കെ കാര്യമായി അഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത്, ഈ പവർ എന്ന് പറയുന്നത് വിദ്യാഭ്യാസമുള്ള ആളുകളിലേക്കും കൂടെ വരാൻ തുടങ്ങിയ സമയത്ത് പ്രശ്നമായി. എല്ലാ ആളുകളും വിദ്യാഭ്യാസം നേടേണ്ടതിൻ്റെ ഒരു ആവശ്യകതയിലേക്ക് മതം വന്നു. അപ്പോൾ ചെറിയ രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ആ ഒരു കാര്യങ്ങളിൽ നടത്തി, അത്യാവശ്യം ഈ മൂടി പുതച്ചിട്ടാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്കൂളിൽ പോകാമെന്നുള്ള ഒരു സംഗതിയിലേക്കായി. അപ്പോൾ അവരെന്ത് പറഞ്ഞു? ഈ മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ തന്നെ പഠിപ്പിക്കട്ടെ. അപ്പോൾ ഈ സ്ത്രീകളെ പഠിപ്പിക്കാൻ ആര് വരും? സ്ത്രീകൾ വരണം. അപ്പോൾ സ്ത്രീകൾ കുറച്ച് വിദ്യാഭ്യാസം നേടട്ടെ. അതിനുശേഷം ആരോഗ്യ മേഖല മെച്ചപ്പെട്ട സമയത്ത്, ആരോഗ്യം വേണമല്ലോ, ഇപ്പം മതവിശ്വാസികളൊന്നും അന്യ ആൾക്കാരുടെ അടുത്ത് പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോവാതെ അസുഖമൊന്നും മരിച്ചു പോകാൻ പറ്റത്തില്ലല്ലോ, അതും മതത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുമല്ലോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് എന്തായി? സ്ത്രീകൾ അന്യപുരുഷന്മാരായിട്ടുള്ള ഡോക്ടേഴ്സിന്റെ അടുത്ത് പോവണ്ട, നമ്മൾ എന്ത് ചെയ്യാം? കുറച്ച് സ്ത്രീകൾ ഡോക്ടേഴ്സായി മാറട്ടെ. അപ്പോൾ അവിടെ വിദ്യാഭ്യാസത്തിനുള്ള സാധ്യത സ്ത്രീകൾക്ക് തുറന്നു കൊടുത്തു. പണ്ടത്തെ മതത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ചിട്ടാണെങ്കിൽ പുറത്തുപോയി അങ്ങനെ പഠിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ അങ്ങനെ ഡ്രൈവിംഗ് ആയി, പല കാര്യങ്ങളിൽ കാലഘട്ടം മാറുന്നതനുസരിച്ച് ചില ഇളവുകൾ ഉണ്ടായി. ഇതൊന്നും മത നിയമങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസങ്ങളോ ആയിട്ട് ഒരു ബന്ധമില്ലാത്ത സംഗതികളാണ്. ഇതെല്ലാം ഒരു കൂട്ടത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് ഈ കൂട്ടത്തിന്റെ ജന്മികൾ കാലാകാലത്തിൽ വരുത്തുന്ന ചില സംവിധാനങ്ങളാണ്. ഇന്നിപ്പോൾ നിങ്ങൾ ഈ മുഴുവൻ മൂടുന്ന ഇസ്ലാമിക രാജ്യങ്ങളിലെ വസ്ത്രം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ഏതെങ്കിലും മതപണ്ഡിതൻ തിട്ടൂര് ഇറക്കുമോ? തിട്ടൂര് ഇറക്കി കഴിഞ്ഞാൽ കെട്ടുറപ്പിനെ ബാധിക്കും. അധികം ആളുകൾ ആ ഒരു പരിപാടിക്ക് നിൽക്കില്ല. ഇപ്പോൾ കുറച്ച് വിശ്വാസികളായിട്ടുള്ള ആണുങ്ങൾ ചേർന്ന് നിന്നാലും അവരുടെ കാര്യങ്ങളൊക്കെ നടക്കാതെ വരും. ഇനി ഞാൻ മെക്സവൻ്റെ കാര്യം പറയാം. ഇത്ര വലിയൊരു ആമുഖം ഞാൻ മെക്സവൻ എന്ന് പറയുന്ന കാര്യത്തിന് കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെക്സവൻ ഒരു വ്യായാമ കൂട്ടായ്മയാണ്. അതിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ മത വ്യത്യാസങ്ങളില്ലാത്ത ആളുകൾ വന്ന് അണിചേരാറുണ്ട്. അവർ പ്രഭാതത്തിൽ വ്യായാമത്തിൽ ഏർപ്പെടാറുണ്ട്. അപ്പോൾ അതിനിടയിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണാറൊക്കെ ഉണ്ടാവും. അതിപ്പോൾ മനുഷ്യന്മാർ ഒന്നിച്ച് വരുന്ന ഒരു കവലയിൽ ചെന്നാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൊഴിൽ സ്ഥലത്ത് ചെന്നാലും വിദ്യാഭ്യാസം നേടുന്ന സ്ഥലത്ത് ചെന്നാലും അങ്ങനെ പരസ്പരം കാണാറുണ്ട്. അപ്പോൾ വ്യായാമം എന്ന് പറയുമ്പോഴത്തേനെ ഈ ശരീരം കൊണ്ടുള്ള പരിപാടികളൊക്കെ ആണല്ലോ എന്നുള്ളതാണ് ഈ കാന്തപുരത്തിനെ പോലുള്ള ആളുകളൊക്കെ ചിന്തിക്കുന്നത്. ശരീരം ഇച്ചിരി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മതത്തിൽ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ വ്യായാമം എങ്ങനെ നമുക്ക് മോഡേണൈസ് ചെയ്യാം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു തീരുമാനത്തിൽ എത്താത്തത് കൊണ്ടാണ് അതിപ്പോൾ വലിയ നിഷിദ്ധമായി മാറിയിരിക്കുന്നത്. പക്ഷെ അതിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് അധികം കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ ആ ഒരു പരിപാടി ശരിയാവും. അവിടെ വലിയ കാര്യമായിട്ടുള്ള തിട്ടൂരങ്ങൾക്ക് സാധ്യതയില്ല. എക്സസൈസിൻ്റെ കാര്യത്തിലും വിദ്യാഭ്യാസത്തിൽ വന്നതുപോലെയും ഡ്രൈവിങ്ങിൽ വന്നതുപോലെയും വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ വന്നതുപോലെയൊക്കെ ധാരാളം തുറന്ന സമീപനങ്ങൾ മതത്തിൻ്റെ ഭാഗത്തു നിന്ന് നാളെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പറ്റില്ല. വിശ്വാസികൾക്ക് എല്ലാവർക്കും ആരോഗ്യം നശിക്കുകയാണ്. എസ്പെഷ്യലി സ്ത്രീകൾ വീട്ടിലിരുന്ന് അവർക്ക് പ്രസവിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ആരോഗ്യം ബുദ്ധിമുട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഇതിലേക്ക് ഇളവുകൾ വരും. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത് ഇവരെ തിരുത്താൻ പോയി കഴിഞ്ഞാൽ ഇവർ അതിൽ ഒഫൻഡഡ് ആവും എന്നുള്ളതേ ഉള്ളൂ. മതത്തിനെ ബാധിക്കുന്ന തരത്തിലേക്ക്, കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിലേക്ക് ആരോഗ്യമില്ലാത്ത വിശ്വാസികളുടെ സമൂഹത്തെ കാണുകയാണെന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും പോയി വ്യായാമം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കാലം മാറുന്നതനുസരിച്ചിട്ട് നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് ഇവർ നൈസായിട്ട് അങ്ങോട്ട് മാറ്റും. എക്സസൈസ് ചെയ്യുന്ന സമയത്ത് മതവിശ്വാസികൾക്ക് ഭയങ്കര ടെൻഷനാണ്. സ്വന്തം ഭാര്യ ഓർത്തിട്ട് ടെൻഷൻ, അന്യ പുരുഷനെ ഓർത്തിട്ട് ടെൻഷൻ, അന്യ സ്ത്രീയെ ഓർത്തിട്ട് ടെൻഷൻ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മത നേതാക്കന്മാർ പറയുന്ന ആ ഒരു കാര്യങ്ങളോട് ഇവർ അനുകൂലിക്കുന്നുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് വ്യായാമം നടത്തരുത്. കാന്തപുരം വിഭാഗത്തിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു. യെസ് എന്നാണ് 74% ആളുകളും 97,000 ആളുകളുടെ വോട്ടിൽ പറഞ്ഞത്. നോ എന്ന് പറയുന്ന 26% ആളുകളേ ഉള്ളൂ. അത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും പുരോഗമന വിശ്വാസികളോ അന്യമത വിശ്വാസികളോ ഒക്കെ ആയിരിക്കും. അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നത് പോലും ഒരു ദീനാണ് എന്ന് വിചാരിച്ച് കുറേയധികം ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്നേഹനിധിയായി ഉസ്താദ് പറഞ്ഞത് 100% ശരിയാണ്. മുസ്ലിം മതം അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഉസ്താദ് പറഞ്ഞത് ശരിയാണ്. അഭിപ്രായം ആർക്കും പറയാം. അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും ഒക്കെ വാർത്ത വായിക്കുന്ന, അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും ഒക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു സോഷ്യൽ മീഡിയയിൽ എന്താണ് മതവിശ്വാസികൾക്ക് കാര്യമെന്നുള്ളത് എനിക്കറിയില്ല. അവരുടെ ആ ഒരു ദീനിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ള സംഗതിയാണ്. എന്തൊക്കെ നിഷേധങ്ങളാണ് ഇതിനകത്ത് വരുന്നത്.
ഉസ്താദ് പറഞ്ഞത് 100% ശരി. മുസ്ലിമായി ജീവിക്കുന്നവർക്ക്, വിശ്വാസികൾക്ക് അവരുടെ ഇടങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ നിൽക്കാനായിട്ടും അന്യ സ്ത്രീയെയും അന്യ പുരുഷനെയും മാറ്റി നിർത്താനായിട്ടും ഒക്കെ ഉള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ഇതിലൊന്നും ഒരു കുഴപ്പമില്ല, ഇതിലൊന്നും ഒരു വിമർശനവുമില്ല. കാരണം കാലഘട്ടം മാറുന്നതനുസരിച്ചിട്ട് ഇത് തന്നെ മാറിക്കോളും. അത് ഇവരെ ബാധിക്കണം. ഇവരുടെ ആ ഒരു മതത്തിൻ്റെ പൊളിറ്റിക്കൽ അജണ്ടകളെയോ കെട്ടുറപ്പിനെയോ ഇവരുടെ ശക്തി പ്രകടനത്തെയോ ബാധിക്കുന്ന തരത്തിലേക്ക് വരുമ്പോഴാണ് ഇതിലൊക്കെ മാറ്റങ്ങൾ വരുന്നത്. അല്ലാതെ ആളുകൾ പടിയെടുത്ത് ഉപദേശിക്കാൻ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് വകതിരിവ് പറഞ്ഞു കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് അവർക്ക് മനസ്സിലാവില്ല. ആളുകൾ യാതൊരുവിധ ദുരുദ്ദേശവും ഇല്ലാതെ, പല ആളുകളും റിട്ടയർ ചെയ്ത ആൾക്കാരൊക്കെയാണ്, അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി കുറച്ചും കൂടെ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് രാവിലെ കസർത്ത് ചെയ്യാൻ പോകുന്നിടത്ത് ഇമാതിരി വർത്താനം വന്ന് പറയുന്ന ആൾക്കാർ എന്തു പറയാനാണ്? ഇങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ മനോഗതി എന്താണ് എന്നുള്ളത് വേറൊരു ചെങ്ങായി പറയുന്നത് കേൾപ്പിക്കാം. ആണും പെണ്ണും കൂടി അന്യരായ ആണും പെണ്ണും കൂടി ഇടകലർന്നുകൊണ്ട് വ്യായാമ മുറകൾ പരിശീലിക്കുന്നതിൽ എന്തെങ്കിലും നന്മയുണ്ട് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ കാണുന്ന ഓരോ വാർത്തകൾ, നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ തന്നെ അവിഹിത ബന്ധങ്ങൾ ഉണ്ടായിത്തീരുന്നത് ഇങ്ങനത്തെ ഓരോ സംഗതികൾ, അവസരങ്ങൾ ഉണ്ടായിട്ടാണ്. അപ്പോൾ ആ അവസരങ്ങൾ ഇല്ലാതാക്കാനാണ് ഇസ്ലാം അതിനെല്ലാം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അന്യപുരുഷനും അന്യ സ്ത്രീയുമൊക്കെ ഇടകലർന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതിനെ ഇപ്പോൾ ഇസ്ലാമിക നിയമങ്ങൾ എതിർക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ മുഖം മുഴുവൻ മറച്ചേ പോകാവൂ എന്നുള്ള തിട്ടൂരവും പലപ്പോഴും ഇറക്കുന്നില്ല. ആളുകൾ സ്വതന്ത്രരായിട്ട് അവിടെ പോയി വർക്ക് ചെയ്യുകയാണ്. അവർ മതവിശ്വാസികളുടെ ആ ഒരു ലെവലിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒക്കെ ഇടകലർന്ന് നടക്കുന്ന സ്ഥലങ്ങളിൽ വിദ്യ നേടാനായിട്ട് ഈ മതത്തിൽപ്പെട്ട ആളുകൾ പോവാറുണ്ട്. ന്യൂനപക്ഷ മതങ്ങളിലൊക്കെ പെട്ട ആളുകൾ പോകാറുണ്ട്. അവിടെയും പ്രശ്നങ്ങളൊന്നുമില്ല. ഗവൺമെൻറ് സർവീസിലേക്ക് കയറാറുണ്ട്, പ്രൊഫഷണൽ കോഴ്സുകളിൽ അഡ്മിഷൻ നേടാറുണ്ട്. അപ്പോൾ അതെല്ലാം ഇവർ നോ പറയില്ല. കാരണം അതൊക്കെ സംഘടനാ ബലത്തെ കൂട്ടുന്ന കെട്ടുറപ്പിനെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇത് പല വൈരുദ്ധ്യങ്ങളുള്ള ഒരിടാണ്. എന്നിട്ടും ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ കാര്യമായി കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിശ്വസിക്കും. അവരുടെ ഉള്ളിലേക്ക് ചില ഇൻസെക്യൂരിറ്റീസ് ഇട്ട് കൊടുക്കും. ഈ മതവിശ്വാസിക്ക് മതത്തിലും ദൈവത്തിലും വിശ്വാസം ഉണ്ടായിരിക്കാം, പക്ഷേ സ്വന്തം ഭാര്യയിലോ അല്ലെങ്കിൽ പെൺകുട്ടിയിലോ അല്ലെങ്കിൽ വീട്ടിലുള്ള ബാക്കി ആളുകളിലോ ഒന്നും ഒരു വിശ്വാസം ഉണ്ടാവത്തില്ല. അപ്പോൾ അവർക്ക് അവിഹിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാവും. അതേപോലെ തന്നെ മനുഷ്യന്മാർ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ അട്രാക്റ്റഡ് ആവും, പോയാലോ എന്നൊക്കെയുള്ള പേടിയൊക്കെ ഉണ്ട്. പോയാൽ പോട്ടെ എന്ന് വെക്കാനായിട്ടുള്ള ഒരു മനസ്സൊന്നും അവർക്കില്ല. മനുഷ്യൻ്റെ മനസ്സിനെ ഒന്നും ആർക്കും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അവൻ്റെ മനസ്സിനെ സ്വാധീനിക്കാനായിട്ട്, അവൻ്റെ സ്നേഹം പിടിച്ചു പറ്റാനായിട്ട് നല്ലൊരു മനുഷ്യനായിട്ട് അവനോട് പെരുമാറുക എന്നുള്ളത് മാത്രമേ ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകൾക്ക് പിന്നെയുള്ളൊരു വഴി എന്ന് പറയുന്നത് സ്വാർത്ഥമായിട്ട് കൈയടക്കി വെക്കാനായിട്ട്, തങ്ങളുടെ വിഹിതമായിട്ട് ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളെ പൂട്ടിയിടുക എന്നുള്ളതാണ്. അപ്പോൾ പുറമേയൊക്കെ കാണിക്കാതെ പൂട്ടിയൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടായിരിക്കാം. അപ്പം അതിൻ്റെയൊക്കെ ഒരു ആസ്വാദന തലം എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. ഒരാളെ വീട്ടിൽ പൂട്ടിയിട്ടിട്ട് ആസ്വദിക്കുന്നതിൻ്റെ തലങ്ങളൊന്നും എനിക്കറിയില്ല. അവരെ കൊണ്ട് കുട്ടിയെ നോക്കിക്കുക, അവരെ ഗർഭം ധരിപ്പിക്കുക, ഇങ്ങനെ സ്വന്തം വ്യക്തിത്വത്തിലോ കൂടപ്പിറപ്പുകളിലോ വിശ്വാസമില്ലാത്ത ആളുകളിലേക്ക് ഈ സാധനം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇതൊക്കെ അങ്ങ് ഏറ്റെടുത്തോളൂ, അവർ കൈയടിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പറഞ്ഞിട്ട് വേണം ബാക്കിയുള്ള ആൾക്കാരെ പേടിപ്പിച്ച് എവിടെയെങ്കിലുമൊക്കെ ഒതുക്കി വെക്കാനായിട്ട്. പേടിയാണ്, ഇട്ടിട്ട് പോവോ എന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെ ഉള്ള വലിയ പേടിയാണ്. എന്തൊരു പേടിയാണ്. മതം മൂത്ത പലതരം കാക്കമാരുണ്ട്. ബീക്കിനി കാക്കയുണ്ട്, അതേപോലെ തന്നെ അമ്മ പെങ്ങൾ കാക്കയുണ്ട്. എന്ത് പറഞ്ഞാൽ അമ്മ പെങ്ങൾ അങ്ങനെ ചെയ്താൽ സംഭവിക്കുമോ? ബിക്കിനി ഇട്ടാ നിങ്ങളുടെ ആരെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കും. ബിക്കിനി കാക്ക, അമ്മ പെങ്ങൾ കാക്ക. അമ്മ പെങ്ങൾ ഡയലോഗ് അടിക്കുന്ന, ശ്രേഷ്ഠമായി അമ്മയും പെങ്ങളെയും നോക്കിക്കാണുന്നു എന്ന് അവകാശപ്പെടുന്ന കാക്കമാരും ക്രിസംഗികളും മനസ്സിലാക്കേണ്ട ഒരു സംഗതി, കുരങ്ങിൽ നിന്ന് പരിണമിച്ചു എന്ന് പറയുന്നതാണ് അന്തസ്സ്, അഭിമാനം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാലഘട്ടത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ചില സദാചാര മൂല്യങ്ങൾക്ക് വിരുദ്ധമായി പോവും നിങ്ങളുടെ പാരമ്പര്യം. ഈ എബ്രഹാമിക് റിലീജിയൻസിലൊക്കെ എങ്ങനെയാണ്? ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയുമാണ് സൃഷ്ടിച്ചത്, ആദത്തെയും ഹവ്വയും. പിന്നെ എങ്ങനെയാണ് ഇത്ര മനുഷ്യന്മാരുണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആദത്തിനും ഹവ്വയ്ക്കും ഉണ്ടാവുന്ന മക്കൾക്ക് കല്യാണം ആലോചിക്കാൻ വേണ്ടി വേറെ ഒരിടത്തും ആരെ സൃഷ്ടിച്ചിട്ടൊന്നുമില്ല. ഈ അമ്മയും പെങ്ങളും ഒക്കെ തന്നെ കാലഘട്ടം മാറുന്നതനുസരിച്ചിട്ട് അമ്മയ്ക്കും പെങ്ങൾക്കും പോലും ശ്രേഷ്ഠ പദവി കിട്ടി മതവിശ്വാസികൾക്കിടയിൽ. അപ്പോൾ അത് കാലം മാറിയതനുസരിച്ചിട്ടുണ്ടായതാണ്. അതേപോലെ മാറ്റം ഉണ്ടായിക്കോളുമായിരിക്കും. എന്താണെങ്കിലും വളരെ രസകരമായിട്ടുള്ള ചില ചർച്ചകളാണ്. ഈ കാന്തപുരത്തിനെ പോലുള്ള ചങ്ങായിമാരുടെയൊക്കെ പ്രസ്താവനകൾ എടുത്തു വെച്ചാൽ അവരെ പ്രോഗ്രസീവ്നെസ് പഠിപ്പിക്കാൻ പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പിന്നെ നിങ്ങളിൽ പല ആളുകളും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്, 3 ദിവസങ്ങളായിട്ട് അയച്ചു തരുന്നത് കൊണ്ട് വളരെ രസകരമായിട്ട് പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. കുറേ നമുക്ക് രസകരമായിട്ട് റീതിങ്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഈ ഒരു ഡിസ്കഷൻസിലുണ്ട്. നമ്മളിൽ പല ആളുകളും ഏതെങ്കിലുമൊക്കെ ന്യൂനപക്ഷ മതവിശ്വാസികളായിരിക്കാം,
പിന്നെ ഭൂരിപക്ഷ വിശ്വാസത്തെക്കുറിച്ചിട്ട് ഞാൻ പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ ഏരിയയാണ്. എനിക്കതിനെക്കുറിച്ചിട്ട് വലിയ അറിവൊന്നുമില്ല. കാരണം അതിനെ ഒരു മതമാക്കി എടുക്കാൻ തന്നെ രാഷ്ട്രീയപരമായിട്ട് എന്തോരം പണിയെടുത്തു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ചരിത്രകാരന്മാരിരുന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പം ഇതെല്ലാം ഓരോ കൂട്ടത്തിൻ്റെ ഓരോരോ പരിപാടികളാണ്. അവരുടെ ആ ഒരു നിലനിൽപ്പിലേക്ക് അവർ അതിനകത്ത് ചേഞ്ചസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അല്ലാത്ത സമയത്ത് അവരതിനെ വലിയ ശ്രേഷ്ഠമായിട്ട് ഇങ്ങനെ മുറുകെ പിടിക്കും. ബാധിക്കുന്ന സമയത്ത് ആ മുറുകെ പിടിക്കുന്നത് നൈസായിട്ടൊന്ന് അയച്ചു കൊടുക്കും. അതാണ് അതിൻ്റെ പരിപാടി. അല്ലാതെ ഇതിനകത്ത് വേറെ വലിയ മത നിയമങ്ങളോ ഹയർ സ്വർഗം അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. അതാണ് അതിൻ്റെ ഒരു സംഗതി.